ചാടിവാ. ഗേറ്റ് തുറന്നാ കിടന്നത്. എന്താ വണ്ടി പോകാത്ത? വണ്ടി അടിച്ചോണ്ട് പോകുന്ന സിസിക്കാരാണോ? ടയറില്ലാതെയാണോ വണ്ടി അടിച്ചോണ്ട് പോണത്? ചേടാ ടയറ് വേണല്ലേ? എങ്കിൽ വാ. എവിടെ ടയർ? അടുത്ത് ഉണ്ണിയങ്കിൾ, ഉണ്ണിയങ്കിൾ, എഴുന്നേക്ക്, എഴുന്നേക്ക്. ഉണ്ണിയങ്കിളിനെ കാണാൻ ആരോ വന്നിട്ടുണ്ട്. എന്റെ സ്റ്റുഡൻസ്. ഞാൻ ഡ്രസ് ചെയ്ത് താഴേക്ക് വരാം. ഡ്രസ് ചെയ്തല്ലേ ഇരിക്കുന്നേ? ഇത് ഇന്നലെ ഇട്ട ഡ്രസ്സാ. ആരുടെ ആശാന്റെ വണ്ടി പോണത്? എന്റെ കൈ കൊണ്ട് ചാവണ്ടെങ്കിൽ വണ്ടി കിടന്നെടുത്തോണ്ടിടാ. എന്താടാ? എന്താ അടുക്കരുത്. ഞാൻ ചെയ്താ നീ ചത്തു. അയ്യോ ആശാനേ, ആശാനേ, വണ്ടി സിസിക്കാര് കൊണ്ടുപോയേ. അയ്യോ ഉണ്ണിയങ്കിളുടെ ശബ്ദം. എവിടെ? കുടുങ്ങി. എന്ത് കുടുങ്ങി? ഒന്നും കുടുങ്ങില്ല. പുറത്തു പോ. ആശാനെ, ഇത് ആരൊക്കെയാ കാണാൻ വന്നിരിക്കണെന്ന് നോക്കിയേ. ഇവർക്ക് ഉണ്ണിയങ്കിളിനെ കണ്ടേ തീരൂന്ന്, അതാ കൊണ്ടുവന്നെ. പാവം ഉണ്ണിയങ്കിള്. ഉണ്ണിയങ്കിളിനി വീട്ടിലേക്ക് വരില്ലേ? പിന്നെ ഉണ്ണിയങ്കിള് സ്റ്റിച്ചൊക്കെ എടുത്ത് മരുന്നൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് വരും. മുറിവ് മിക്കവാറും പഴുക്കാനാണ് സാധ്യത. എങ്കിൽ ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. എവിടെയാ മുറിവ്? അതുപോലെ ഇവിടെ ഷാജ് വന്നിട്ടുണ്ട്. അങ്ങനെ പറയരുത് ടിനു. ഞാനിതൊന്ന് തീർത്തോട്ടെ, അത് കഴിഞ്ഞിട്ട് വരാം. എന്റെ ഫ്രണ്ട്സ് ഒക്കെ വെയിറ്റ് ചെയ്യാം. അവർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കണ്ടേ? അത് ഞാൻ എങ്ങനെയുണ്ട് ഉണ്ണിയങ്ങളില്? ഹായ് ബേബീസ്. ഹായ് ബേബി. They don't have any manners. ബെന്നി അവരൊന്ന് വിഷയം പോലും പഠിപ്പിച്ചിട്ടില്ല. അത് അവർക്ക് കൂടി തോന്നണ്ടേ? അപ്പോ എന്നെ കണ്ട വിഷയം തോന്നുന്നില്ല? എങ്കിലും അതൊന്നും അറിയണമല്ലോ. ഏയ്, നിങ്ങൾ എന്താ എന്നെ കണ്ടിട്ട് മിണ്ടാതെ പോയത്? ഇനി മുതൽ അങ്ങോട്ട് ഞാനാ നിങ്ങളുടെയൊക്കെ മമ്മി. ദാ മമ്മി സിനിമയല്ലേ, അതിലെ മമ്മിയാ. എന്ത് വിളിച്ചതാ? തൊട്ടുപോരുത്. നീ ആരാ എന്നോട് പറയാൻ? വേലക്കാരി അവിടെ നിന്നാ മതി. ഇത് വേലക്കാരിയല്ല, ഞങ്ങളെ ചേച്ചിയാ. ഞങ്ങളുടെ അമ്മയെ പോലെയാ. We hate you. ഞങ്ങൾക്ക് ഇഷ്ടമല്ല. എന്ത് പറഞ്ഞു നീ? തൊട്ടുപോരുതെന്നല്ലേ പറഞ്ഞേ? നീ പറഞ്ഞ ഞാൻ കേൾക്കണോ അല്ലേ? എന്താ ഇവിടെ? ഇവര് ഞങ്ങളെ അടിക്കുന്നു. ബെന്നി, ആരാ ഇവള്? സെൻഡ് ഹർ ഔട്ട്. സാക്ക് ഹർ നൗ. എന്താ കാര്യം പറ. ഈ കുട്ടികൾ എന്നെ ഇൻസൾട്ട് ചെയ്തു. അപ്പൊ ഇവൾ എന്റെ മേക്കിട്ട് കയറാൻ വരിക. ഇവളാ ഈ കുട്ടികളെ ചീത്തയാക്കുന്നേ. ഇപ്പൊ ഇവളെ പറഞ്ഞു വിടണം. എന്താ ഇനി ഉണ്ടായത്? ഓഹോ, അപ്പൊ ഞാൻ പറഞ്ഞിട്ട് വിശ്വാസാവുന്നില്ല? എനിക്കിപ്പൊ അറിയണം, ഇവൾ ഇവിടുത്തെ ആരാ? വേലക്കാരിയോ അതോ? നാൻസി പ്ലീസ്, കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ. കുട്ടികളല്ല എനിക്ക് പ്രശ്നം. ബെന്നി ഇവളെ പറഞ്ഞു വിടുന്നോ ഇല്ലയോ? ആനി പോയാ ഇവരുടെ കാര്യം ആര് നോക്കും? കുട്ടികൾക്ക് അവളെ ഇഷ്ടാ. കുട്ടികളെ നോക്കാൻ ഞാൻ വേറെ ആളെ കൊണ്ടുവരാം. അപ്പോഴോ? അതൊന്നും ഇപ്പൊ നടക്കുന്ന കാര്യമല്ല. സോ പ്ലീസ്. അപ്പോ ഇവളെ പറഞ്ഞു വിടില്ല അല്ലേ? എന്നേക്കാൾ അത് തീരുമാനിക്കേണ്ടത് കുട്ടികളാ. ഇപ്പൊ ആനി ഇവിടുന്ന് പോകുന്നില്ല. I will show you. ഞാൻ കാരണം? ആരും കാരണമല്ല. ഈ കുട്ടികളാ എനിക്കെല്ലാം. ഇവരെ നോക്കുന്ന ഒരു പെണ്ണിന് ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല.
തെറ്റ് ഇവളുടെ ഭാഗത്ത് തന്നെയാ. കുട്ടികൾക്ക് ആ സർവന്റിന് ഇഷ്ടമാണെങ്കിൽ അവൾ അവിടെ തന്നെ നിൽക്കട്ടെ. അതിന് ഇവൾ എന്തിനാ ടെൻഷൻ അടിക്കണേ? അതൊക്കെ നീ കല്യാണം കഴിഞ്ഞിട്ട് നോക്കിയാ മതി. അത് ഡാഡി. വേണ്ട സാർ, ഞാനൊന്ന് പറയട്ടെ. എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. വേണ്ട, ബെന്നി ഒന്നും പറയണ്ട. നാളെ നിങ്ങളുടെ മനസ്സമ്മത. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഡേ സോറി പറ. സോറി പറയാൻ. സോറി. ബെന്നി, ഇവൾ ഒറ്റ മോളായതുകൊണ്ട് കുറച്ച് ലാളിച്ചു പോയി. ഇനി അഥവാ അവൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ തന്നെ തിരുത്തേണ്ടത് ഇനി നീയാണ്. ബെന്നി ധൈര്യമായിട്ട് പോയിക്കോളൂ. നാളെ മനസ്സമ്മതം. അത് മാത്രം ഓർത്താ മതി. അല്ല, ചെല്ല്. അവന്റെ മനസ്സിൽ നിന്ന് ഇഷ്ടക്കേട് മാറിട്ടില്ല എന്ന് തോന്നുന്നു. എങ്ങനെ മാറും? ഇവൾക്ക് എന്താ കാര്യം ഇപ്പൊ അവിടെ പോയി ഓരോന്നുണ്ടാക്കാൻ? ഡാഡി, ഞാൻ പറഞ്ഞില്ലേ അവരെന്നോട്. പൊടിയകത്ത് ഒരു ഒറ്റ അടി വെച്ചെന്താണ്ടല്ലോ. അവളെ ദേഷ്യം പിടിപ്പിക്കാതെ നിങ്ങള്. അവൾക്ക് ദേഷ്യോ? എടി, എത്ര ആലോചനകൾ വന്നു അവൾക്ക്. എന്നിട്ട് വല്ലതും നടന്നോ? ഒക്കെ അവളുടെ സ്വഭാവം കൊണ്ടാ. ബാംഗ്ലൂർ പഠിക്കാൻ കൊണ്ടാക്കിയിട്ട് അവിടെ എന്തൊക്കെ നടന്നത് അന്വേഷിക്കാൻ കഴിവുള്ളവർ അന്വേഷിച്ചറിയാം. നിന്റെ പുന്നാരം കൊണ്ട് വിശേഷം. യവനാവുമ്പോ തിരക്കാനും ചോദിക്കാനും ഒന്നും ആരുമില്ല. അവന്റെ കാല് പിടിച്ചിട്ടായാലും ശരി ഈ കെട്ട് നടക്കണം. അവളോട് അധികം നെളിക്കണ്ടെന്ന് പറ. എന്ത് മടയത്തിലാടാ ഈ പറയുന്നേ? മനസ്സമ്മതത്തിന് തലേ ദിവസം വന്ന് അത് വേണ്ടെന്ന് പറഞ്ഞാൽ എവിടുത്തെ മര്യാദയാ? ഞാൻ അന്നേ അച്ഛനോട് പറഞ്ഞതല്ലേ നാൻസിയും കുട്ടികളും തമ്മിൽ ചേരില്ലെന്ന്. ഇനിയിപ്പോ അച്ഛൻ തന്നെ അവർ അച്ഛനോട് ഈ കാര്യം പറയണം. ഇതും പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് അയാൾ എന്നെ ജീവനോടെ വിടില്ല. ഇരുതല മൂർച്ചയുള്ള വാളായാള്. നീ പറയാൻ പോയിട്ട് എന്തായി? അതിനവരെ എന്നെ കൊണ്ട് ഒരു അക്ഷരം പറയാൻ സമ്മതിക്കണ്ടേ? ഇപ്പൊ അച്ഛൻ എന്നെ സഹായിച്ചു പറ്റൂ. എടാ, നിന്നെ സഹായിക്കാൻ വേണ്ടി തന്നെ ഞാൻ ഈ വിവാഹത്തിന് മുൻകൈ എടുത്തത്. നാൻസിയും കുട്ടികളും തമ്മിൽ ചേരുന്നില്ലെന്ന് പറഞ്ഞ് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? അവരാച്ചൻ കൊടുക്കാനുള്ള പൈസ നീ എവിടെ നിർത്തി കൊടുക്കും? നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കണ്ട. എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക. പ്രാർത്ഥിക്കുക. ഈ വിവാഹം നടക്കണം. ചെല്ല്, നാളത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്റെ കുഞ്ഞിനെ കഷ്ടപ്പെടുത്തി. എന്താ ചാച്ചാ ഇത്? നല്ല ഉടുപ്പ്. നാളെ ഇതിട്ട് വേണം പള്ളിയിൽ വരാൻ. ഞങ്ങൾക്ക് വേണ്ടേ ഇത്? ഞങ്ങൾ വരുന്നില്ല മനസ്സമ്മതത്തിന്. ആനി, എന്റെ മനസ്സ് പറയുന്ന കാര്യങ്ങളല്ല ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി എനിക്കിപ്പോൾ അത് ചെയ്തേ വെക്കൂ. ആനി അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്ക് വേണ്ടി നാളെ പള്ളിയിൽ അവരില്ലാണ്ടിരിക്കരുത്. ഹലോ, അതെ ബെന്നിയാണ്. ചാച്ചനോട് ഇപ്പൊ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. നിങ്ങൾക്കറിയാത്ത ഒത്തിരി വിഷമങ്ങളുണ്ട് ചാച്ചന്. നിങ്ങൾക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോ ചാച്ചൻ ഇങ്ങനെ വേദനിപ്പിക്കാവോ? ചെല്ല്, പോയി സോറി പറ ചാച്ചനോട്. സോറി പറയില്ലേ? ദാനിക്കുള്ള കോളാ. ഹലോ ആനി, നീ എന്നോട് പിണങ്ങരുത്. നിന്റെ കത്ത് വായിച്ചപ്പോ നിന്റെ മനസ്സിന്റെ വേദന അറിഞ്ഞിട്ടാ
ഞാൻ ബെന്നെ വിളിച്ചെല്ലാം പറഞ്ഞത്. ഞാനോട് അങ്ങോട്ട് വരിക. അനി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? അനി